കടുത്ത തീരുമാനവുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. ഇത്തവണ മുസ്ലിം രാജ്യങ്ങൾക്കാണ് പണി വരുന്നത്. പാകിസ്ഥാനികൾക്ക് യുഎസിലേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തും. ഇത് സംബന്ധിച്ച ഉത്തരവ് വരുന്ന ആഴ്ച തന്നെ നടപ്പിലാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അഫ്ഗാൻ അടക്കമുള്ള മുസ്ലിം രാജ്യങ്ങളും ട്രംപിന്റെ പരിഗണനയിൽ ഉണ്ടെന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ നൽകുന്ന വിവരത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യ ടൈമിൽ ട്രംപ് 7 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. 2018 ജോ ബൈഡൻ അധികാരത്തിൽ വന്നതിന് പിന്നാലെയാണ് ഉത്തരവ് റദ്ദാക്കിയത്. ഇറാൻ, ലിബിയ, അതുപോലെ തന്നെ സൊമാലിയ, സിറിയ, യമൻ എന്നീ രാജ്യങ്ങളിലാണ് അന്ന് നടപടി നേരിട്ടതും. മറ്റു ചില മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളും യാത്രാ നിരോധിത പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകുമെന്നും വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. താലിബാന്റെ അധികാരം പിടിച്ചെടുത്തതിന് പിന്നാലെ തന്നെ 10,000-കണക്കിന് അഫ്ഗാൻ പൗരന്മാരായിരുന്നു പ്രത്യേക കുടിയേറ്റ വിസകളിൽ അഭയാർത്ഥികളായി യുഎസിൽ എത്തിയത്. ഇത്തരക്കാർക്ക് തിരിച്ചടിയാകും ട്രംപിന്റെ ഈ തീരുമാനം. യുഎസിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വിദേശികൾക്കും സുരക്ഷാ പരിഗണന കർശനമാക്കണമെന്ന എക്സിക്യൂട്ടീവ് ഉത്തരവ് ജനുവരി 20 ട്രംപ് പുറപ്പെടുവിച്ചിരുന്നു. പിന്നാലെയായിരുന്നു പൂർണ്ണമായോ ഭാഗികമായോ യന്ത്രവിലക്ക് ഏർപ്പെടുത്തേണ്ട രാജ്യങ്ങളുടെ പട്ടിക മാർച്ച് 12-നകം തന്നെ തയ്യാറാക്കുവാനും ക്യാബിനറ്റ് അംഗങ്ങൾക്ക് ട്രംപ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഒരു പ്രമുഖ രാഷ്ട്രീയ കോളമിസ്റ്റായ കരേൻ എന്ന വ്യക്തി ഒരു പോസ്റ്റ് പങ്കുവച്ച് രംഗത്ത് വന്നു. 2 ദിവസം മുൻപ് നടത്തിയ പ്രസംഗത്തിൽ അമേരിക്കയുടെ തിരിച്ചുവരവിനെയാണ് ട്രംപ് ഊന്നൽ കൊടുത്തത്. അമേരിക്കൻ സ്വപ്നം എല്ലാ കാലത്തോളം വലുതാകുമെന്നും മികച്ചതുമായി ഉയർന്നു വരുമെന്നുമാണ് പ്രസംഗത്തിൽ പറയുന്നത്. എന്നാൽ ട്രംപ് അമേരിക്കയുടെ ഭരണം ഏറ്റെടുത്തിട്ട് 50 ദിവസങ്ങൾ പോലും പിന്നിടാത്ത സാഹചര്യത്തിൽ അതൊരു വലിയ അവകാശവാദമാണ് എന്ന് പറയാൻ സാധിക്കത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതുവരെ ട്രംപ് നേടിയത് വെല്ലുവിളികളും പ്രക്ഷുബ്ധതയും മാത്രമാണ് എന്നാണ് ലേഖനം ചൂണ്ടിക്കാണിക്കുന്നത്. ട്രംപിന്റെ പ്രസംഗത്തിന് പിന്നാലെ അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് സൂചികയായ ഡൗ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജ് 67 പോയിന്റ് ഇടിഞ്ഞു. കാനഡ, മെക്സിക്കോ, ചൈന എന്നിവിടങ്ങളിൽ തീരുവ ചുമത്താനുള്ള ട്രംപിന്റെ തീരുമാനമാണ് ഇതിന് പിന്നിൽ. വെറും 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തിരഞ്ഞെടുപ്പിന് ശേഷവും വിപണിയിൽ ഉണ്ടായ എല്ലാ നേട്ടങ്ങളും നഷ്ടപ്പെട്ടു. ട്രംപ് ലക്ഷ്യം വെച്ച 3 രാജ്യങ്ങളും പ്രതികാര നടപടി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്നും, അതായത് ഒരു വ്യാപാര യുദ്ധം വിദൂരമല്ല, ഇത് പണപ്പെരുപ്പത്തിന് കാരണമാവുകയും ലോകമെമ്പാടും സാമ്പത്തിക മാന്ദ്യത്തിന് തിരികൊളുത്തുകയും ചെയ്യുമെന്നും ലേഖനം പറയുന്നു. സാമ്പത്തികവും അതുപോലെ തന്നെ രാഷ്ട്രീയവുമായ ഈ മാറ്റങ്ങളുടെ ആഘാതം ട്രംപിന് വോട്ട് ചെയ്ത തൊഴിലാളി വർഗ അമേരിക്കക്കാർക്കായി ആർക്കും ഏറ്റവും അധികം ബാധിക്കും. കാരണം ട്രംപ് സമ്പദ് വ്യവസ്ഥയെ ശക്തമാക്കി പണപ്പെരുപ്പം കുറയ്ക്കുമെന്നും അവർ വിശ്വസിച്ചിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ലേഖനത്തിലൂടെ. ട്രംപിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളിൽ ചിലർ ഉൾപ്പെടെ നിരവധി റിപ്പബ്ലിക്കന്മാർ ഇക്കാര്യം അംഗീകരിക്കുന്നുണ്ട് എന്നും ലേഖനം പറയുന്നുണ്ട്. എന്നാൽ താരിഫ് കൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നാണ് ട്രംപിന്റെ നിലപാട്. പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾ ട്രംപിനെതിരെ നടത്തിയ പ്രക്ഷോഭങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പ്രതിഷേധങ്ങളെക്കുറിച്ചും ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ ട്രംപ് പ്രതിപക്ഷത്തെ ഭീഷണിപ്പെടുത്തുകയും ശകാരിക്കുകയുമാണ് ചെയ്തത്. പനാമ കനാൽ തിരിച്ചു പിടിക്കുവാനും ഗ്രീൻലാൻഡ് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സ്വന്തമാക്കാനുള്ള തന്റെ പ്രതിജ്ഞാബദ്ധത ട്രംപ് പ്രസംഗത്തിൽ ആവർത്തിച്ചുറപ്പിച്ച് പറയുകയും ചെയ്തു. ആ ആഗോള ഇടപാടിലൂടെയും ബഹുരാഷ്ട്ര സഖ്യങ്ങളിലൂടെയും തന്നെ അമേരിക്ക 3/4 നൂറ്റാണ്ട് കൊണ്ട് നിർമ്മിച്ച ഒരു ലോക ക്രമത്തെ ട്രംപ് എത്രത്തോളം തകർക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് പ്രസംഗത്തിൽ പറയുന്നതും. അതിൻ്റെ ഒരു ചുരുക്ക രൂപമാണ് അദ്ദേഹം പറയുന്നത്. ഈ ലേഖനത്തിൽ അദ്ദേഹം പല കാര്യങ്ങൾ ട്രംപിനെ കുറിച്ച് വ്യക്തമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.